ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് പോയപ്പോൾ എടുത്ത വ്ളോഗാണ് കേട്ടോ. മീൻസ് ഞാൻ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. നിസ്കാൻ്റെ ഫ്രണ്ടിന് ഫിഷ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്, മീൻസ് നമ്മൾ വളർത്തുന്ന ഫിഷ് ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പെറ്റ് സ്റ്റേഷനിൽ പോയതാണ് ദുബായിലുള്ള. അപ്പം അവിടുന്ന് ഞാൻ ഒരുപാട് എന്താ പറയുക ആനിമൽസിനും ബേഡ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ലോങ്ങും ആവും, പിന്നെ കുറേ സ്ഥലത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ എനിക്ക് പറ്റുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പറ്റുന്നത് മീൻസ് അലൗഡ് ആയ സ്ഥലത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറേ പെറ്റ്സ് എന്ന് വെച്ചാൽ ഡോഗ്സാണ് ഇവിടെ മെയിൻ കേട്ടോ. ഭയങ്കര റേറ്റ് കൂടിയ ഡോഗ്സാണ് ഈ ഒരു പെറ്റ് സ്റ്റേഷനിലുള്ളത്. അപ്പം ആ ഡോഗിനൊന്നും എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഡോഗിൻ്റെ സെക്ഷനിലാണ് അധികം വീഡിയോ അലൗഡ് അല്ല എന്നുള്ളത് എഴുതി വെച്ചത് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ബേഡ്സിനായിക്കോട്ടെ ആനിമൽസിനായിക്കോട്ടെ ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാത്തിനോടും അല്ല, ചില ബേഡ്സിനോടും അതുപോലെ ആനിമൽസിനോട് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഡോഗ്സ്, ക്യാറ്റ്, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒക്കെ കുറേ ബേഡ്സിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഞ്ചസ് പോലത്തെ ഒക്കെ ചെറിയ ചെറിയ ബേഡ്സില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആമ ഇപ്പോൾ ഇവിടെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്മോളാണത്, കുറച്ച് വലുതായിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്മോളിലുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ഇടും. ഞാൻ അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബോഗി ബുജി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൂച്ചേൻ്റെ പേരാണ്. പിന്നെ ഈ ഒരു ബേഡ്സിൻ്റെ ഷോപ്പിൽ കയറിയപ്പോൾ കുറേ അവരിങ്ങനെ പുറത്തേക്ക് പറത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ചിലത് നമ്മൾ പരിചയമില്ലെങ്കിൽ തന്നെ നമ്മളെ കൊത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ നാട്ടിൽ കാണുന്ന കുറേ ടൈപ്പ് ബേഡ്സിനെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടത്. പിന്നെ കളറിൽ ഡിഫറൻസ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് തത്തമ്മൻ്റെ വർഗ്ഗത്തിൽ പെട്ടത് തന്നെയാണ് തോന്നുന്നു. ഒന്നിൻ്റെ പേര് അവിടെ എഴുതി വെച്ചില്ല കേട്ടോ. അപ്പോൾ ഡോഗ്സ് ആണെങ്കിൽ പോലും ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് എൻ്റെ പേര് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ സാധാ ലവ് ബേഡ്സും ഫിഞ്ചസൊക്കെ ആണ്. പിന്നെ നമ്മൾ ഈ തത്തമ്മൻ്റെ വർഗ്ഗത്തിലൊക്കെ പെട്ട ഒരുപാട് കളേഴ്സുള്ള ഒരുപാട് ബേഡ്സ് ഈ ഷോപ്പിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനൊന്നും വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയതല്ല. ജസ്റ്റ് അവിടെ പെറ്റ് സ്റ്റേഷൻ അതിനെക്കൊണ്ട് എല്ലാം കണ്ടിട്ട് പോകാമെന്നുള്ളതിൽ അങ്ങനെ കയറിയതാണ്. ഇനി അഥവാ എന്തെങ്കിലും നല്ലോണം ലൈക്കായിട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ 2 ബേഡ്സിനെ വാങ്ങിച്ചേട്ടെ. പക്ഷെ നമ്മളിവിടെ ദുബായിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയണത് ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ 1 BH അല്ലെങ്കിൽ സ്റ്റുഡിയോ റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വളർത്താമെന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഉള്ളിലിങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് സ്മെല്ലോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പുറത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇത് വളർത്തുന്നതിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ അധികം ബേഡ്സിൻ്റെ ഒക്കെ ഒന്നെങ്കിൽ ബാൽക്കണിയിലോ അല്ലെങ്കിൽ താഴോ അല്ലെങ്കിൽ മുറ്റത്തോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കൂട് സെറ്റാക്കുക. അവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അങ്ങനത്തേനൊന്നും വാങ്ങിക്കാത്തത്. പിന്നെ ആമ എന്ന് പറഞ്ഞാൽ റൂമിൽ വെച്ചാലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാധനം അതിനെ കൊണ്ടിട്ടോ ആമനെ വാങ്ങിച്ചത്. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിലേ, ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് അടിക്കണമെന്ന് പറയാൻ വിട്ടുപോയതാണ്. ആർക്കെങ്കിലും ഈ പാമ്പിൻ്റെ കാണുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പാമ്പിൻ്റെതാണ്. പിന്നെ ഈ പാമ്പിന് ഫീഡ് ചെയ്യാൻ പോവാണ് കേട്ടോ ഒരു. അപ്പോൾ ആ ഫീഡ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര നമുക്ക് വിഷമമാണ്, കാരണം ജീവനുള്ള ഹാംസ്റ്ററിനും എലീനൊക്കെയാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അതിനെ ജീവനോട് ഇങ്ങനെ കടിച്ച് തിന്നാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര ശക്തിയുള്ളവർക്കായി കാണാൻ പറ്റും. എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കുറച്ച് സമയം ഹസ്ബൻഡിനോടാണ് പിടിക്കാൻ പറഞ്ഞ ഫോണ്. കുറച്ച് സമയം ഞാൻ കണ്ടിട്ടുള്ളൂ. അതും വീഡിയോയിൽ ഓണാക്കിയിട്ട് ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിരുന്നു കേട്ടോ, ജസ്റ്റ് വീഡിയോ എടുക്കണം എന്നുള്ള ലെവലിൽ മാത്രം. പിന്നെ ഇതൊക്കെ ഞാനില്ലേ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടറിയില്ല. ഇത് ഈ ഒരു കളറിലുള്ള ഈ സാധനം പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് ഡെമ്മി ആണെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അല്ല, ഒറിജിനൽ സാധനമാണ്. ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മീൻസ് വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതും അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പാമ്പിൻ്റെ ഒക്കെ രൂപമുള്ള ഒരു സാധനം താഴെ കണ്ടതിൻ്റെ ഒരു ടൈപ്പ് സാധനമാണ്. പിന്നെ പല ടൈപ്പ് കളേഴ്സ് ഉള്ള വെച്ചാൽ നല്ല അടിപൊളി കളേഴ്സ് പാമ്പിനെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം അറബികളാണ് അതിനെ നോക്കുന്നത് കാണുന്നത്. പിന്നെ ഔട്ട് നിന്നാണ് നമ്മളിതെടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയില്ല കേട്ടോ, കാരണം ഫുള്ള് പാമ്പിൻ്റെ സെക്ഷനാണ്. കണ്ണ് കാണാത്ത ടൈപ്പ് പാമ്പുകളുണ്ട്, മീൻസ് നേരിയ ടൈപ്പ്, അത്ര എന്താ പറയുക കട്ടിയോ വലിപ്പമോ ഒന്നുമില്ലാത്തൊരു നേരിയ ടൈപ്പ് പാമ്പുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ താഴെട്ടുണ്ടാവോ എന്നൊക്കെയുള്ള പേടിയിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എടുത്തില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഈ പാമ്പ് കഴിക്കണില്ല, കണ്ടിക്കണോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷെ ഇപ്പുറത്തെ ഒരു ഹാംസ്റ്ററിനെ ഇട്ട് കൊടുത്തത് കണ്ടില്ലേ, നല്ല രസമുള്ള ഹാംസ്റ്ററിനെ അവർ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കേട്ടോ. അതും എനിക്ക് നല്ല സങ്കടമുണ്ട്, നല്ല സാധനത്തിന് കൊടുക്കണം. പിന്നെ ഇത് കഴിക്കുന്ന കണ്ടില്ലേ, കഷ്ടപ്പെട്ട് കുറേ ടൈം എടുത്ത് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ആയിട്ടാണ് ഇത് കഴിക്കുന്നത്. ഏകദേശം ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ അത് കഴിച്ച് പകുതി എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞാൻ അവിടെ പോയി വന്നതിന് ശേഷം എന്നിട്ടും ആ പകുതിയിൽ തന്നെ ആൾ കെടുക്കുന്നത് കേട്ടോ.
പിന്നെ ഇതാ ഈ സാധനങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന വീഡിയോ കണ്ടവരും ചിലപ്പോൾ ആ സാധനത്തിനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ പാമ്പിനായാലും വെറൈറ്റി ടൈപ്പ് പാമ്പ്, ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ടൈപ്പ് പാമ്പാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ പാമ്പിനൊക്കെ നല്ലോണം നോക്കി നിന്ന്, പിന്നെ നല്ല കളേഴ്സുള്ള പാമ്പിനും കുറേ നേരം നോക്കി നിന്ന് കേട്ടോ. പിന്നെ ഒരു ഫിഷിൻ്റെ ടൈപ്പിൽ പെട്ട ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ടോ. കാരണം ഞാനത് ഏതോ ഒരു ഫിലിമിലല്ല, ഒരു ടെഡീനായിട്ടായിട്ടാണ് ഞാൻ കണ്ടത്. 4 കാലൊക്കെ വരുന്ന ഒരു ഫിഷ് കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലോകത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ എന്നുള്ള. കാണുമ്പോൾ ഫിഷിൻ്റെ രൂപം, പക്ഷെ വേറൊരു പേടിപ്പെടുത്തുന്ന അങ്ങനത്തെ ടൈപ്പ് ഫേസും കാലും ചെവിയൊക്കെ. ഈ പാമ്പിൻ്റെ പേരുകളൊന്നും എന്താണെന്ന് അറിയാത്തതിനോണ്ട് കേട്ടോ ഞാനിവിടെ എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. അത് നിങ്ങൾ കണ്ടോളി. ഇതൊക്കെ അല്ലേ ഇതിൽ വീഡിയോയിൽ കുറച്ചും കൂടെ വലിപ്പമായിട്ട് കാണും കേട്ടോ. അതൊന്നും അത്ര വലിപ്പമല്ല കേട്ടോ, വലിപ്പമൊക്കെ കുറവാണ്. പിന്നെ ഇതിനൊക്കെ കാണുമ്പോൾ നല്ല രസം. പൊതുവെ എനിക്ക് പാമ്പിനാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടി. ഡോഗ്സിനും പാമ്പിനാണ്. ഡോഗ്സിൻ മീൻസ് നമ്മൾ പുറത്ത് നടക്കുന്ന ഡോഗ്സില്ല, അതിനാട്ടോ എനിക്ക് പേടി. ഇങ്ങനത്തെ ഡോഗ്സിനെ, വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിന് എനിക്ക് പേടിയില്ല. പിന്നെ പാമ്പിനെ പേടി മീൻസ് പാമ്പ് എന്താണ്, വിഷമുള്ളോ, എങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളതിൻ്റെ ഐഡിയ ഇല്ല. അതിനോട് എനിക്ക് പാമ്പിനെ നല്ല പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പാമ്പിനെ അങ്ങനെ വലുതായിട്ട് നോക്കലില്ല. പക്ഷേ ഈ ഒരു പാമ്പുകൾ എനിക്ക് കുറച്ച് ലൈക്കായി നല്ല ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പാമ്പുകളെ എടുത്തത് കേട്ടോ. കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട്. അതുപോലെ വളർത്തുന്ന പാമ്പാണ്. ഒരുപാട് ഞാൻ പറയില്ല, അറബികൾ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതാക്കാനൊക്കെ. കുറേ വീഡിയോസ് നിങ്ങൾ ഇംഗ്ലീഷ്കാരുടെ വീഡിയോസും അറബികളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ പാമ്പിനെ നോക്കുന്ന സമയത്ത് ഒരു ഫിഷ് ടാങ്കിൽ വെച്ചിട്ടാണ് കണ്ടത്. 4 കാലും ചെവിയൊക്കെ കണ്ടപ്പോൾ ഒരു വികൃതമായ സാധനം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഫിഷിൻ്റെ ഒരു പോലത്തെ സാധനം. ഇനി പേരുണ്ടാവും, ചിലപ്പോൾ അധികമൊക്കെ അറിയാൻ മതിയാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറയുകയാണെങ്കിൽ കാണുന്നത്. ഞാൻ കുറേ ദിവസം ചോദിച്ചത് എന്താ ഇങ്ങനെ ഒരു പ്രേതത്തിനെ പോലെയൊക്കെ, എന്തോ ഒരു വെറൈറ്റി സാധനം. ഒരു 4 കാലും കയ്യും കാലും ഒക്കെ ഉള്ള ഒരു ഫിഷ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ കണ്ടപ്പോൾ എനിക്കിതിനെ എവിടെയോ കണ്ട പോലെ ഒരു തോന്നലും, പിന്നെ ഒരു വെറൈറ്റി ആയിട്ടും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ അവിടെ തന്നെ ഒരുപാട് സ്നേക്സ് ഉണ്ടേനു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഷോപ്പിൽ എടുക്കാനുള്ള അലൗഡ് ഇല്ലാത്തതിനെ കൊണ്ട് ഉള്ള ഷോപ്പിലുള്ളത് ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്തിട്ടും കുറേ ടൈം ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ദുബായിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും. ഇത് കുറച്ച് വലിപ്പമുള്ള പെറ്റ് സ്റ്റേഷനാണ്. എനിക്ക് സ്ഥലം കറക്റ്റ് അറിയില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് പോണുള്ള സംഭവങ്ങളൊന്നും എവിടെയാണ് എന്താണെന്നൊന്നും ചോദിക്കില്ല. പിന്നാണ് ഞാൻ ചോദിക്കില്ല എവിടെ പോകണം എന്താണെന്നൊക്കെ ഉള്ളത്. ആ സ്ഥലമൊന്നും ഞാൻ ചോദിക്കില്ല, എവിടെ എന്താണെന്നാട്ടോ ചോദിക്കുക. അപ്പോൾ ഈ പെറ്റ് സ്റ്റേഷൻ ചിലപ്പോൾ ഇങ്ങനെ ഏകദേശം കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ദുബായിലുള്ളവർക്കൊക്കെ അവിടെ അടിപൊളി ഡോഗ്സ് കളക്ഷൻസൊക്കെ ആണ് ഉള്ളത് കേട്ടോ. പിന്നെ ഈ ഹാംസ്റ്ററിന് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ല കവളൊക്കെ ഉള്ള ഹാംസ്റ്ററാണ്. അപ്പോൾ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. പെറ്റ് സ്റ്റേഷൻ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.